ഇന്ത്യയുടെ മാപ്പിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്ന് അംഗീകരിക്കാൻ മടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് BJP ഗവൺമെൻറ് കേരളത്തോട് വെച്ച് പുലർത്തുന്നത്. കേരളം ആ മാപ്പിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ഗവൺമെൻറ് മടിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനം ആമയുടെ വേഗത്തിൽ മതി എന്നാണോ രാജ്യം ഭരിക്കുന്ന സർക്കാർ തീരുമാനിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർത്തുന്ന സംശയമാണ്. കടലാമയുടെ വേഗത്തിൽ മതി അല്ലെങ്കിൽ ആമയുടെ വേഗത്തിൽ മതിയോ കേരളത്തിൻ്റെ വികസനം? ഹൈസ്പീഡ് റെയിൽവേ കൊറിഡോർ പല സിറ്റികളെയും കണക്ട് ചെയ്ത് പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു മെൻഷനും കേരളത്തെ സംബന്ധിച്ചില്ലാതെ പോയതിന് ഈ ഗവൺമെൻറ് മറുപടി പറയണം. മെട്രോമാൻ ശ്രീധരനെ പോലുള്ള ആളുകൾ ഓഫീസ് തുറക്കുന്നു എന്ന്, പൊന്നാനിയിൽ അതിൻ്റെ പഠനം നടത്തുന്നു എന്നൊക്കെ പറയുന്ന പ്രൊജക്ടിനെ സംബന്ധിച്ച് ഒരു ഇൻസൈറ്റും ഈ ബജറ്റ് പറയുന്നില്ല. സംസ്ഥാനവും മറ്റൊരു സമാന്തര പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് കേന്ദ്രമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഫണ്ട് അക്വയർ ചെയ്യാനുള്ളതോ അത് ഇവിടുന്ന് അനുമതി മേടിക്കാനുള്ള നടപടികളിലേക്കോ കടക്കുന്നുണ്ടോന്നതിനെ സംബന്ധിച്ച് ഒന്നും വ്യക്തതയില്ല. ഇപ്പോൾ കേരളത്തെ രാജ്യത്തിൻ്റെ മാപ്പിൽ കാണാത്ത, കേരളത്തെ കണ്ണിൽ കാണാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരള ജനതയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. കോർപ്പറേഷനൊക്കെ നൽകിയാലും തിരിച്ച് കേരളത്തിനൊന്നും നൽകില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിനകത്തുണ്ട്. കേരളത്തെ തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ മേഖലകളെ പാടെ അവഗണിച്ചതിനെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ MP ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയുള്ള, നാടിന് ഇൻകം ഉണ്ടാക്കുന്ന ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടലും അതിനകത്ത് കാണുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കേരളത്തിൻ്റെ റെയിൽവേയും പാടെ അവഗണിച്ച മട്ടാണ്. ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒന്നിനെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനമില്ല. അപ്പോൾ കേരളത്തെ പാടെ അവഗണിച്ച ഒരു ബജറ്റ്, സീറോ ബജറ്റ് എന്ന വാക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാച്ച് ആവുന്ന അവസ്ഥയിലാണുള്ളത്.